ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ 2-3 ദിവസമായി ഞാൻ ഒരു ദിവസം പോലും കഴിയാതെ നമ്മുടെ മോളീസ് ഇതിൽ വീഡിയോ ഇടണം എന്ന് കരുതി തന്നെ ഇരുന്നതാണ്. അപ്പം ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കൊരു 3-4 ദിവസമായിട്ടൊരു ചെറിയ തലകറക്കം, 3-4 ദിവസമല്ല, ഒരാഴ്ചയോളം ആയി. അപ്പം അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ അതും വെച്ചുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലിരുന്ന് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. എപ്പോഴും ഇല്ല, ചെറിയ സമയങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ചെറിയ തലകറക്കത്തിൻ്റെ അതുണ്ടായിരുന്നു. അപ്പം ഉറക്കം ശരിയാവാത്തതിൻ്റെത്, പിന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ ആ ഒരു ദിശ തെറ്റിയുള്ള ആ ഒരു കിടക്കയുടെ അതിൻ്റെ ഒരിത്, അങ്ങനെയൊക്കെ ഉള്ള ഒരിത് കൊണ്ട് മുമ്പ് എനിക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ ഭൂമി കിടന്ന് കറങ്ങുന്നതായിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ ഭയങ്കര തലയ്ക്ക്, ശരീരത്തിനൊന്നും ഒരു കുഴപ്പവും അങ്ങനെയില്ല, തലയ്ക്കാണ് എനിക്ക് നല്ല ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പോൾ എനിക്ക് സൈനസൈറ്റിസ്, മൈഗ്രെയിൻ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അത് എല്ലാവർക്കും പാരമ്പര്യമായിട്ട് മിക്കുള്ളവർക്കുമൊക്കെ നമുക്ക് വീട്ടിലെല്ലാവർക്കും, എൻ്റെ വീട്ടിലല്ല, അമ്മ കുഞ്ഞമ്മയ്ക്കും നമ്മൾ അങ്ങനെയൊക്കെ ഒത്തിരി പേർക്കൊക്കെ ഉണ്ട് മൈഗ്രെയിനും സൈനസൈറ്റീസൊക്കെ, തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ തലവേദനയൊക്കെ മിക്കവാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരിക്കും എന്ന് വിചാരിച്ച് അതിന് മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. എന്നാലും ഈ സൈനസൈറ്റീസിൻ്റെ അത് എൻ്റെ മൂക്കിരിക്കുന്ന കേട്ടോ, മൂക്ക് വളഞ്ഞിരിക്കുകയാണ്. ഒരു ഓപ്പറേഷൻ ചെയ്ത് എൻ്റെയിൽ കാണിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്തതാണ്. എന്നിട്ടും ആ മൂക്ക് നൂന്നിട്ടില്ല. എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ ഈ മൂക്കിന്ന് പോവാറില്ല. അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നത് മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് എനിക്ക് വായിൽ കൂടെ ഞാൻ ശ്വാസം വിടുന്നത്, മൂക്കിൽ കൂടെയും വായിൽ കൂടെ ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിടിച്ചും കൊണ്ട് എനിക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ യോഗ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിടിച്ചും കൊണ്ട് ഒരു മൂക്ക് പൊത്തിപ്പിടിച്ച് മറ്റേ മൂക്കിൽ കൂടെ ശ്വാസം വിടുന്നത്, അത് ഒത്തിരി പ്രാവശ്യം ചെയ്യാനുള്ള ഒരിത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ വായിൽ കൂടെയും ശ്വാസം വിടും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ മൂക്കിൻ്റെ വളവ് ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്തതാണ്. എന്നിട്ടും അതിൻ്റെ ഇത് എനിക്ക് മാറിയില്ല. അപ്പോൾ ഇപ്പം ഒരാഴ്ചയായിട്ട് എനിക്ക് തൊട്ട് താഴെ നമുക്ക് വീട്ടിൽ പാലുകാച്ചുണ്ടായിരുന്നു. ആ പാലുകാച്ചിന് പോയിട്ട് ഞാനിഞ്ഞ് കയറി വന്ന് എനിക്ക് ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വല്ലാത്തൊരു തലകറക്കം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. ഒരു വല്ലാത്തൊരു തലകറക്കം, അങ്ങനെയുള്ള ആ ഒരു ഇതാണ്, തലപെരുപ്പും തലവേദനയും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കറങ്ങി പോണതായിട്ട്, അങ്ങനെ അപ്പോൾ തന്നെ കടയ്ക്കൽ ഒരു ഡോക്ടറെ പോയി കാണിച്ച് ഇല്ല, എനിക്കൊരു ഇന്ന് വരെ എനിക്ക് BP-യോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ തൈറോയിഡുണ്ട്. അപ്പോഴും 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ സാധാരണ അങ്ങനെയൊക്കെ ഉള്ള അസുഖത്തിനൊക്കെ ഞാൻ ഗോകുലത്തിലാണ് പോണത്. ഇപ്പം ഗോകുലത്തിൽ പോയിട്ട് അവിടെ ന്യൂറോ ഡോക്ടറെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ പോയിട്ട്, 8 മാസമാവും ഞാൻ ഗോകുലത്തിൽ പോയിട്ട്. ആ ഡോക്ടറെ പോയി കണ്ടിട്ടും നമ്മൾ മരുന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല, 3 മാസത്തിലൊരിക്കൽ പോയി ഡോക്ടറെ കാണേണ്ടതാണ്. ഞാൻ പോയിട്ട് ഒത്തിരിയായി. അപ്പോൾ ആ ഡോക്ടറെ വിളിച്ച് ഞാൻ കൺസൾട്ടിങ്ങിന് ദിവസം ചോദിച്ചപ്പോഴത്തേക്ക് ഈ വ്യാഴാഴ്ചയിൽ, അടുത്ത വ്യാഴാഴ്ച അന്നത്തേക്ക് ഇനി ആ ഡോക്ടർക്ക് ഡേറ്റ് ഉള്ളൂ. അങ്ങനെ ഇന്ന് ഞങ്ങൾ കടയ്ക്ക താലൂക്ക് ഹോസ്പിറ്റലിൽ ENT ഡോക്ടർ ഉണ്ടെങ്കിൽ കാണാമെന്നും പറഞ്ഞ് കടയ്ക്ക താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ള നമ്മുടെ കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. താലൂക്ക് ഹോസ്പിറ്റൽ എന്ന പേരല്ലാതെ അവിടെ ഒരൊറ്റ ഡോക്ടർമാർ, ഹോസ്പിറ്റൽ വലുതാണ്, എല്ലാമാണ്, മറ്റതാണ് മറിച്ചതാണ്, എല്ലാമാണ്. അവിടെ ഓർത്തോ ഡോക്ടറുണ്ട്, പിന്നെ ENT ഡോക്ടറുണ്ട്, മറ്റേ ഡോക്ടറുണ്ട്, മറിച്ച ഡോക്ടറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരെല്ലാവരെയും ഒരൊറ്റ ദിവസം അവർ ആ ഹോസ്പിറ്റലിൽ കാണില്ല. അവരെന്നും ലീവ് അല്ലെങ്കിൽ നല്ല ഡോക്ടർമാരെല്ലാം അവിടെ നിന്ന് സ്ഥലം മാറ്റി
അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റിയിരിക്കും. അത് കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇപ്പം ENT ഡോക്ടറെ കാണാനായിട്ട് ഞാൻ ഇന്നാളും ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് ആ ഡോക്ടർ 2 മാസം ലീവാണെന്ന് പറഞ്ഞു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചെല്ലുന്നത്. ഇപ്പോഴും ആ ഡോക്ടറില്ല, ഇപ്പോഴും ENT ഡോക്ടറില്ല. ആ സ്ഥാനത്തൊരു മനുഷ്യരും ഇല്ല. അങ്ങനെ വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞത് ഈ ബാലൻസിൻ്റെ പ്രശ്നത്തിൻ്റെ ഇത് തന്നെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ മുമ്പ് ഒരിക്കൽ ഞാൻ ഇതേപോലെ വന്ന് ഈ ഗോകുലത്തിൽ പോയപ്പോഴത്തേക്ക് തലകറക്കത്തിനന്ന് വന്നപ്പോൾ ഞാൻ ഗോകുലത്തിൽ തന്നെ അന്ന് പോയത് ഞാൻ പറഞ്ഞില്ലേ ന്യൂറോ ഡോക്ടറെ കാണുമെന്ന്. ന്യൂറോ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ന്യൂറോ ഡോക്ടർ എന്നെ നേരെ നമ്മുടെ ENT ഡോക്ടറെ അടുത്തേക്ക് വിട്ടു. ENT ഡോക്ടർ നമ്മളിങ്ങനെ തല കുമ്പിട്ടും ഇങ്ങനെ തല കീഴാൻ ഇതൊക്കെ ഇട്ട് പരിശോധന നടത്തി. അപ്പോൾ അന്ന് നോക്കിയിട്ട് ഡോക്ടർ ബാലൻസിൻ്റെ പ്രശ്നമല്ല എന്ന് ആണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അന്ന് പിന്നെ മറ്റേ ഡോക്ടർ എഴുതി തന്ന മരുന്ന് കഴിച്ചപ്പോൾ എനിക്കതങ്ങ് മാറിയായിരുന്നു. എന്തായാലും എനിക്ക് എൻ്റെ കിടപ്പിൻ്റെ ഒരു ഇതാണോ എന്താണ് ഉറക്കമൊഴിങ്ങുന്നതിൻ്റെ ഉറക്കത്തിൻ്റെ ഒരു ഇതാണ് എന്തോ ഒരു ഇതിൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയിലാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ കടക്കയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും അത് പൊതുവിൽ എൻ്റെ അടുത്ത് ഡോക്ടർമാർ ചോദിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്, എന്താണ് എനിക്ക് എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും ഇതുണ്ടോ, അല്ല ആ ഒരു ഇത് തലയ്ക്ക് റെസ്റ്റ് കൊടുക്കുക, തല കൂടുതൽ അനക്കാതിരിക്കുക, തലയ്ക്ക് റെസ്റ്റ് കൊടുക്കുക, മൈൻഡ് റെഡിയാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത ആലോചനകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. അതുപോലെ തല കൂടുതലിട്ട് അനക്കി ഇതാക്കാതെ നല്ല ഇതായിട്ട് തല വെച്ച് തല കിടക്കുന്നതും എല്ലാം നല്ല പൊസിഷനിൽ വെച്ച് തല കിടന്ന് നല്ല അതുപോലെ ഉറങ്ങി അങ്ങനെ ചെയ്യാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഈ ബാലൻസിൻ്റെ ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തത്, ഞാൻ വീഡിയോ ഇടാത്തത്. ഞാൻ ഒരു വീഡിയോ പോലും മുടക്കൂല എന്ന് ഞാൻ പറഞ്ഞതാണ്. കാര്യം എനിക്ക് ഇപ്പോഴെങ്കിലും എനിക്കിതിൽ കരകയറി വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ മുടക്കൂല, കറക്റ്റ് ഞാൻ വീഡിയോ ഇടും എന്നുള്ള ആ ഒരു ഇതാണ്. ഞാൻ ചെന്ന് ഡോക്ടറെ അടുത്ത് നിന്ന് എനിക്ക് വയ്യാത്ത കാര്യം പറഞ്ഞാൽ ഉടനെ ഡോക്ടർ ചോദിക്കും എന്ത് ടെൻഷൻ, ഏത് ഡോക്ടറെ കാണാൻ ചെന്നാലും ചോദിക്കും എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഇതാണ് ഡോക്ടർ ചോദിക്കുന്നത്. എന്നെ കാണുമ്പോഴേ ഡോക്ടർ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാൻ കൂളാണ്, എനിക്കൊരു ടെൻഷനും ഇല്ല, ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് കാണുമ്പോഴേ അങ്ങനെ അങ്ങ് തോന്നും. അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറഞ്ഞു വിട്ട തോനെ ഗുളികയുണ്ട് ഒത്തിരി. പിന്നെ എനിക്ക് ഞാൻ ഇന്ന് ദന്തലിൽ കൂടെ കാണിച്ചു, ഒരു പല്ലിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. ആ പല്ല് പൊടിഞ്ഞിരിക്കുന്ന ആ പല്ലിൻ്റെ ഇതും കൂടെ കാണിച്ചു, മോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ കാണിച്ച് അപ്പം ഗുളിക ആൻറ്റിബയോട്ടിക് ഉണ്ട്, പിന്നെ അല്ലാതെ തന്നെ 5-6 ഗുളികയുണ്ട്. അപ്പോൾ അത് കഴിച്ച് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുറവുണ്ടോ എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ളൊരു ഇതിൽ BP നോക്കി. BP ഒന്നുമില്ല, BP എനിക്ക് 70/120 ഇത്രയേ ഉള്ളൂ. BP ഒക്കെ എപ്പോഴും കുറവാണ് എനിക്ക്, BP ഒന്നുമില്ല. ഭഗവാന്റെ നേരുകൊണ്ട് ഹൈപ്പോ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാതെ ശരീരം ഭൂഷണിച്ച് കയറുന്ന തൈറോയിഡ് ഉണ്ടല്ലോ, അതിങ്ങനെ പച്ച വെള്ളം കുടിച്ചാൽ മതി, ശരീരം വെറുതെ ഭൂഷണിച്ച് ഇങ്ങനെ കയറിക്കോളും. അത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതും നമുക്കൊരു വല്ലാത്തൊരു അസുഖമാണല്ലോ അത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് തൊണ്ടയ്ക്ക് ഇത് വരികയോ വേറുള്ള അത് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതും 3 മാസത്തിലൊരിക്കൽ അത് കറക്റ്റ് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പം ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് TSH മാത്രമേ ആഹാരം കഴിച്ചിട്ട് ചെയ്യാവുന്ന ടെസ്റ്റ് അതിലുള്ളൂ. ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ എഴുതിയപ്പോഴത്തേക്ക് അത് ആഹാരം കഴിക്കാതെ വെറും വയറ്റിൽ നോക്കാനുള്ള ടെസ്റ്റാണ്. അപ്പോൾ TSH നോക്കാനായിട്ട് ആ തുണ്ടങ്ങ് മേടിക്കുമ്പോൾ അവർ ആ തുണ്ട് അവിടെ തന്നെ വെച്ചേക്കുമെന്ന്. അപ്പോൾ പിന്നെ മറ്റത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെറും വയറ്റിൽ വന്ന് നോക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് തുണ്ടിങ്ങ് തിരിച്ച് തന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് നടന്നില്ല. ഗുളിക എന്തായാലും
കൊണ്ടുവന്ന ഗുളികയെല്ലാം കഴിച്ചിട്ട് ഒത്തിരി കിടന്നു. ഇന്നിപ്പം എണീച്ച് കുറച്ച് പപ്പയ്ക്ക തന്നു. താഴേന്ന് താഴത്തെ നമ്മുടെ ആട്ടോ കൊണ്ടുവരുന്ന അണ്ണൻ്റെ വീട്ടിൽ നല്ല പപ്പയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പപ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്, അവരെ വീട്ടിലങ്ങ് പപ്പയ്ക്ക പഴുത്ത് വീണ് പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ വന്നപ്പോൾ വലിയ പപ്പയ്ക്ക നമുക്ക് പപ്പയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ പപ്പയ്ക്ക കുറച്ച് പഴുത്ത പപ്പയ്ക്ക കഴിച്ചു. പപ്പയ്ക്ക എപ്പോഴും ഈ കൂടിയ വില കൊടുത്ത് വാങ്ങുന്ന പഴങ്ങളെക്കാളും എത്രയോ നല്ലതാണ് പപ്പയ്ക്ക എന്ന് പറയുന്നത്. അപ്പം പപ്പയ്ക്ക കഴിച്ചു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മുട്ട വേണമെങ്കിലും ഇപ്പോൾ കോഴി ഉള്ളതുകൊണ്ട്, പക്ഷേ കോഴിയുടെ തീറ്റ മേടിച്ച് കൊടുക്കുന്ന ഇത് ഓർമ്മിച്ചാൽ കോഴിയെ വളർത്താൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ മുട്ട നമ്മൾ കൊടുത്ത് തീറ്റ മേടിക്കണം, അല്ലാതെ നമുക്ക് കോഴിയെ വളർത്തുന്നത് നമുക്ക് വൻ നഷ്ടമാണ്. കോഴിത്തീറ്റ വാങ്ങിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കോഴിത്തീറ്റ വാങ്ങിച്ച് കൊടുത്ത് നമ്മൾ കോഴിയെ വളർത്തുന്നത് ഭയങ്കര നഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മളിതുവരെ ഒരു മുട്ടയും വിറ്റില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോഴിയെ വളർത്തുന്നതും വൻ നഷ്ടമാണ്. അതുകൊണ്ട് മീൻ നമ്മൾ ഇതുവരെ വാങ്ങിയില്ല. ഇതുവരെ വാങ്ങിയില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ മീൻ വാങ്ങിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ നമ്മൾ മീൻ വാങ്ങിച്ചില്ല. ഇപ്പോൾ മീൻ വാങ്ങിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ എന്നാലും ഇതുവരെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. മീൻ വാങ്ങിച്ച് കഴിച്ചാൽ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൊച്ചുമോനാണെങ്കിൽ മീൻ വേണമെന്നും പറഞ്ഞ് കിടന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഒരിതിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പം ചില സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു ബാലൻസ് തെറ്റുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ കണ്ണാടി വയ്ക്കാതെ എനിക്ക് വീഡിയോ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എനിക്ക് ഈ കണ്ണാടി അങ്ങ് എടുത്ത് കഴിയുമ്പം ഒരു മറവാണ്. അത് നമുക്ക് സ്വയമായിട്ട് നമ്മുടെ അനുഭവം നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിടക്കുമ്പോഴല്ലാതെ കണ്ണാടി എൻ്റെ കണ്ണിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യവും കണ്ണാടി എൻ്റെ കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റി നോക്കി, പറ്റില്ല. നമുക്ക് വെള്ളെഴുത്താണെങ്കിൽ കണ്ണാടി മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കണ്ണ് തെളിഞ്ഞ് വരും. എനിക്ക് പഠിക്കുന്ന സമയം തൊട്ടേ കണ്ണിന് കാഴ്ചയ്ക്ക് തന്നെ ഈ മൈഗ്രെയിൻ ഇതുള്ളത് കൊണ്ട് കണ്ണിന് ചെറിയ പ്രശ്നം ഇതുള്ളതുകൊണ്ട് അങ്ങനെ കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പം വെച്ചേക്കുന്ന ഗ്ലാസും പവറുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ ഗ്ലാസ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് കാഴ്ചയ്ക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഗ്ലാസ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വിശേഷം നിങ്ങളെ അറിയിക്കാതിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും വീഡിയോ ഇടുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് എൻ്റെ വിശേഷം നിങ്ങളെ ഞാൻ അറിയിച്ചതാണ്. അപ്പം എൻ്റെ ഒരു ക്ഷീണം എന്ന് മാറിയതിന് ശേഷം ഞാൻ നല്ല കിച്ചൺ വീഡിയോയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് മഴയൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ആ പെരുമഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ തലയ്ക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാനായിട്ടുള്ളൊരിത് പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.